കുഴപ്പമില്ല. ഇതൊരുക്കാണ്. ഈ ഉരുക്കിനെ കടിച്ചാൽ അവരുടെ പല്ല് വഴി ബോധ്യപ്പെട്ടപ്പോൾ അവരിപ്പോൾ പതുക്കെയാണ് സർക്കിൾ സഹകരണ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും നമ്മളെ തേടി വന്നത്. 2 സീറ്റ് വലിയ സീറ്റൊന്നുമല്ല, അതുകൊണ്ട് എല്ലാം വാങ്ങിയെന്ന് അർത്ഥവുമില്ല. പക്ഷെ നമ്മളെ കണ്ടാൽ അറിയാത്തവർ എന്ത് CPI ചോദിച്ചവർ ഈ പാർട്ടിക്ക് ഇവിടെ ഒന്നും ചെയ്യാനല്ല എന്ന് പറഞ്ഞവർ വൈപ്പിൻകരയിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളേ ഉള്ളൂ. അതാണ് LDF. ഞങ്ങളാണ് LDF. ഞങ്ങളുണ്ടെങ്കിൽ LDF ആയി. ഇന്നെല്ലാം ഇന്നലെയോളം പറഞ്ഞു പോകുന്നവർക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അവർ മാത്രമുണ്ടായ LDF ആകില്ല. LDF ആകണമെങ്കിൽ CPI വേണം. അതുകൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ വരുമ്പോൾ വ്യാമോഹിക്കരുത്. വരുമ്പോഴേ അവർ പപ്പാതി എന്ന് പറയുന്നത് വ്യാമോഹിക്കരുത്. അതായിട്ടില്ല. ആകും. നാം തീരുമാനിച്ചാൽ അത് പകുതിയാകും. ആ വികാരമാണ് ചർച്ചകൾ സാധനങ്ങൾ പറഞ്ഞത്. ആ വികാരം ന്യായമാണ്. പക്ഷെ ആ വികാരത്തിന് ചർച്ചയിലെ വാദഗതി മാത്രം പോരാ. നമ്മുടെ പാർട്ടി ഓഫീസിലെയോ സമ്മേളനങ്ങളിലെയോ ന്യായവാദങ്ങൾ മാത്രം മതിയാകില്ല. അതിന് നാടിനെ ബോധ്യപ്പെടുത്തണം. നാടിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കും ബോധ്യമാകും CPIക്ക് പകുതി ചോദിക്കാൻ അവകാശമുണ്ടെന്നും ആ പകുതി കൊടുത്തുകൊണ്ട് പോയാലേ വൈപ്പിൻകരയിൽ LDF ആകുമെന്ന് അവർക്ക് ബോധ്യമാകും വരെയും ഈ പോരാട്ടം തുടരും CPI. ആ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടമാണ്. അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ സമരമാണെന്ന കാര്യം നാം മറക്കാൻ പാടില്ല. സഖാക്കൾ നല്ലവണ്ണം എനിക്കും അറിയാം. ഏറിയ പറഞ്ഞു പല ഘട്ടങ്ങളായി CPM വിട്ട് CPIയിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ പല മുഖങ്ങളെയും എനിക്ക് പരിചയമില്ല. പഴയ മുഴുവൻ മുഖവും എനിക്കറിയാമായിരുന്നു. അതിൻ്റെ മഹത്വമായിട്ട് ഞാൻ പറയുകയല്ല. ഇപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് പേർ പുതിയ മുഖം ഉള്ളപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടിക്കകത്തേക്ക് പുതിയ ആളുകൾ വന്നുവെന്നാണ്. പാർട്ടി ശക്തമായി എന്നാണ്. പാർട്ടിയുടെ അടിത്തറ ദൂരപ്പെട്ടുവെന്നാണ്. പാർട്ടിയെ കണ്ടും അറിഞ്ഞും കൊണ്ട് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പേർ CPIയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് വളർച്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാം തോന്നും എല്ലാം ആയി എന്ന്, നമ്മൾ മാത്രമായി എന്ന്, അങ്ങനെ പോകാമെന്ന്. അത് രാഷ്ട്രീയമായി എത്രമാത്രം ശരിയാണോ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. രാഷ്ട്രീയമില്ലാത്ത പാർട്ടിയല്ല CPI. ആ രാഷ്ട്രീയ ബോധ്യമാണ് CPIയെ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യമാണ് ഈ കാലത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പഠിപ്പിച്ചത്. ഈ കാലത്തിന് മറ്റൊരു രാഷ്ട്രീയമില്ല. അതിൻ്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യമെന്ന് തന്നെയാണ്. വേറെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം CPIക്ക് പറ്റില്ല. പലരും പറയും അങ്ങോട്ട് ചെന്നാൽ നമ്മളെ കാണാനും സ്വീകരിക്കാനും കെട്ടിപ്പിടിക്കാനും വേണ്ടി UDF കാത്തിരിപ്പുണ്ട് സഖാവേ, നമ്മളെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും എന്നൊക്കെ പറഞ്ഞേക്കാം നിങ്ങൾ. അത് കണ്ട് ഭ്രമിക്കാൻ ഭ്രമിക്കുന്ന പാർട്ടിയായിട്ട് CPI മാറാൻ പാടില്ല. അതൊക്കെ സംഭവിച്ചേക്കാം. നമ്മുടെ കോമഡിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDF രാഷ്ട്രീയത്തിൻ്റെ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. ഇപ്പോൾ നമ്മുടെ വഴി ഇതാണ്. UDFിൻ്റെ വഴി നമുക്കുണ്ടെന്ന് ആർക്കും വ്യാമോഹം വേണ്ട. UDFിലെ കാര്യം പത്രം വായിച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. അതിനകത്തുള്ള പലരും ആ കൂടാരം വിട്ട് പോകാൻ വഴി കാണാതെ അറിയുന്ന സമയത്ത് നമ്മുടെ സഹാക്കൾ ആത്മനിഷ്ഠമായ അവരുടെ ഏതെങ്കിലും ചിന്തകളാൽ CPM ബന്ധം വേർപെട്ട് നാം ചെന്നാൽ നമ്മളെ കോൺഗ്രസ് സഹായിക്കും, അവർ നമ്മളെ വലുതാക്കും, നമുക്കെല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് ആ തണലിൽ ജീവിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് മിതമായി ഞാൻ പറയട്ടെ, വെറും വ്യാമോഹമെന്നാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ വഴിയല്ല. രാഷ്ട്രീയത്തിൻ്റെ വഴിയെ CPIക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ആ ചിന്ത ആരും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, അതിനാരും വളം വെച്ച് കൊടുക്കേണ്ടതില്ല. അത് CPI നയമല്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടിയും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളത് ഒന്നാമത്തെ പാർട്ടി പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും CPIക്ക് പറയാൻ പറ്റും. അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഓരോ അംഗത്തിനും ഉണ്ട് എന്ന് ഉറപ്പാക്കിയ പാർട്ടിയാണ് CPI. അതിൻ്റെ അർത്ഥം CPI അരാഷ്ട്രീയ പാർട്ടിയായി എന്നല്ല, CPI ചന്തയായിട്ട് മാറുമെന്നല്ല. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ നവീകരണത്തിൻ്റെ സംഘടനാ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് സ്വന്തം ഘടകത്തിൽ ചില ആൾക്കാർക്ക് അഭിപ്രായങ്ങളെന്തും പറയാം. അത് ചിലപ്പോൾ ചിലതെല്ലാം വെറും ആത്മനിഷ്ഠമായിരിക്കും. അതിന് യാഥാർത്ഥ്യങ്ങളുമായി ബന്ധം ചിലപ്പോൾ കാണില്ല. അത് പക്ഷേ പറയാൻ പാർട്ടിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും കണ്ടുകിട്ടില്ല, എഴുത്തിനും പിടിക്കില്ല. അത് പറയാനുള്ള അവകാശം, ഘടകത്തിലുള്ള അവകാശം ഉറപ്പാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സംഘടനത്തിൽ അത് പറയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെ തലമുറയുള്ള എല്ലാ സഹാക്കളുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് അന്തിമമായി പാർട്ടി കൊണ്ട് തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് CPI രാഷ്ട്രീയം. ആ നയത്തിലേക്ക് CPI എത്തുന്നത് താഴെത്തട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളുടെയും സമ്പാദങ്ങളുടെയും എല്ലാം വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ആ നയത്തിൽ നിന്ന് വഴിമാറിപ്പോയി ഏതെങ്കിലും വലതുപക്ഷ പാർട്ടിയെപ്പോലെയോ ബൂർഷ്വാ പാർട്ടിയെപ്പോലെയോ എന്നോട് അവൻ മിണ്ടിയില്ല, എന്നെ കണ്ടപ്പോൾ അവൻ അന്ന് കാണിച്ചു, അതോടെ ആ പാർട്ടി മുന്നണിയുടെ പോകണം എന്നൊക്കെ പറയുന്ന പാർട്ടിയായിട്ട് രാഷ്ട്രീയമില്ലാത്തൊരു പാർട്ടിയായി മാറാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതിനാൽ സഹാക്കൾക്ക് എല്ലാവർക്കും ബോധ്യമാണ് നമ്മുടെ രാഷ്ട്രീയം വലിയ രാഷ്ട്രീയമാണ്. അത് പറയുമ്പോൾ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം സമ്പൂർണ്ണമായിട്ടും നാം ആർക്കെങ്കിലും കീഴടങ്ങുന്നതാണ്. സ്വപ്നത്തിൽ പോലും ആ ചിന്ത പാടില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്തെവിടെയും അറിയാവുന്നൊരു വലിയ ആശയ രാഷ്ട്രീയ നിലപാടുണ്ട്. അതിൻ്റെ പേരാണ് മുന്നണിയെ പറ്റിയുള്ള എല്ലാ ചിന്തകളിലും കമ്മ്യൂണിസ്റ്റുകാർ മുറുകെപ്പിടിക്കുന്ന തത്വമാണ് ഐക്യവും സമരവും, യൂണിറ്റി ആൻഡ് സ്ട്രഗിൾ. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുന്നണി തന്ത്രം. ഐക്യമുണ്ട്, എന്നാൽ ഐക്യം മാത്രമല്ല, സമരവും വേണം. ആ സമരം മറന്നുപോയാൽ നാം വെറും വാലാട്ടുകളായി മാറിപ്പോകും. അതുകൊണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ സമരം മറക്കലല്ല. സമരത്തിന് വേണ്ടിയാണ്. സമരം രാഷ്ട്രീയമായ ശരിക്ക് വേണ്ടിയാണ്. സമരം ആശയപരമായ നന്മയ്ക്ക് വേണ്ടിയാണ്. സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നാം കൂടി ഭാഗമായ പ്രസ്ഥാനത്തെ, മുന്നണി പ്രസ്ഥാനത്തെ നേരായ വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് സമരം. ആ സമരത്തിന് നാം മറന്നുപോകില്ല. ആ സമരത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് വിജയിക്കണമെങ്കിൽ ആ നിലപാട് ശരിയാണെന്ന് നാം മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് ബോധ്യമാണ് നിലപാട് ശരിയാണ്. നമ്മുടെ ഈ ശരികൾ സമൂഹത്തിന് ബോധ്യമാണ്. ജനങ്ങൾ ആ ശരിയെ ശരിവയ്ക്കണം. അപ്പോൾ നമുക്ക് ജനഹൃദയത്തിൽ സ്ഥാനം എന്നുള്ളതിന് പലമടങ്ങ് വർദ്ധിക്കും. ആ കരുത്തുകൂടെ ചേരുമ്പോഴേ ഐക്യവും സമരവുമെന്ന ഈ തന്ത്രത്തിൽ ഐക്യത്തിൻ്റെ ഭാഗം നാം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ സമരത്തിൻ്റെ അംശങ്ങളിലെ ആശയങ്ങൾ ചോർന്നു പോകാതെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നന്മകളെ നമുക്ക് ശരിയാവണ്ണം ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെന്ന ബോധ്യത്തോടു കൂടി CPIക്ക് എല്ലാവർക്കും വ്യക്തത വേണം. ഐക്യത്തിനകത്ത് ഐക്യമുണ്ട്, സമരവുമുണ്ട്. ആ സമരം പറക്കുന്ന ഐക്യമുണ്ടായാൽ തെറ്റാണ്. ഐക്യത്തെപ്പറ്റി തീരെ ചിന്തിക്കാതെ ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാക്കുമാറ് നാം എപ്പോഴും കലഹത്തിൻ്റെ മാത്രം വഴി തേടിയാൽ അതിനർത്ഥം നാം ഒരു പരിഹാസ്യ പത്രമായി മാറുമെന്നാണ്. അങ്ങനെ മാറാൻ പാടില്ല. CPIക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ട്, ആർക്കുമില്ലാത്ത നിലയും വിലയുമുണ്ട്. അത് നമ്മളാരും ഉണ്ടാക്കിയതല്ലെന്ന കാര്യം ഊന്നി പറയും. അതിൻ്റെ കേമത്തെ എൻ്റെതല്ല. ഞാൻ നടന്നു പോകുന്ന വഴി വെട്ടിത്തെളിച്ച മഹാരഥന്മാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് നന്മയും വിശുദ്ധിയും ഉയർത്തിപ്പിടിച്ചവർ. അവരാണ് ആ വഴിയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയത്. നാം ചെയ്യുന്ന കാര്യം എന്താണ്?
നാം ചെയ്യുന്ന കാര്യം നമ്മളാ വഴി മാറിപ്പോകില്ല, നമ്മളാ വഴിയെ മറക്കില്ല. ആ വഴിയിലെ വെളിച്ചമാണ് നമ്മുടെ വെളിച്ചം നോക്കുന്നവർക്ക് ബോധ്യമാണ്. ആ വെളിച്ചത്തെയാണ് നാം നമ്മുടെ രാഷ്ട്രീയ ദർശനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും എല്ലാം ആധാരശരിയായി കാണുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമൂഹം നിലനിൽപ്പിക്കുന്നത്. എണ്ണം കൊണ്ട് മാത്രമല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴും അറിയേണ്ട ഒരു വാക്കുണ്ട്. അത് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറ നാം പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ്. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എണ്ണം, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണം. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. എണ്ണം വേണം, ഗുണവും വേണം. ഗുണമില്ലാത്ത എണ്ണം അല്ലെങ്കിൽ എണ്ണമില്ലാത്ത ഗുണം രണ്ടും ലക്ഷ്യപ്രാപ്തിക്കാൻ സഹായിക്കില്ല. CPIക്ക് കേരളത്തിൽ വേണ്ടത് എണ്ണത്തിലും ഗുണത്തിലും ശത്രു വെച്ച പാർട്ടിയെയാണ്. അത് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ എനിക്കുറപ്പാണ് വരും കാലങ്ങളിൽ ആർക്കും തുടരാനാകാത്തത്ര വേഗത്തിൽ മുന്നേറുന്ന പാർട്ടിയായി CPI മാറും. ഈ രാഷ്ട്രീയത്തിൻ്റെ ഗതിയിൽ CPIക്ക് പിന്തുടരുന്നതിനേക്കാൾ എത്രയോ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതിനായി നാം പാർട്ടിയെ പ്രവർത്തമാക്കിയെടുക്കണം. അതാണ് ആവശ്യം. എന്താണ് ക്വാണ്ടിറ്റി? ഇതാണ് ക്വാണ്ടിറ്റി. നാം വലുതാകുന്നുണ്ട്, പുതിയ ബന്ധുക്കളുണ്ടാകുന്നുണ്ട്, ഒരുപാട് പേർ CPI ചേരുന്നുണ്ട്, പ്രവർത്തനങ്ങളിൽ പാർട്ടി എത്തുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിയെ കാണാൻ കഴിയുന്നതല്ല. അവഗണിക്കാൻ പറ്റില്ല പലർക്കും CPI. അർത്ഥമെന്താണ്? നാം ക്വാണ്ടിറ്റിയിൽ വലുതാകുന്നതെന്നാണ്. എണ്ണത്തിൽ CPIക്ക് വമ്പിച്ച വർധനവുണ്ടാക്കാനായി എന്നാണ്. ഇനി എന്താ വേണ്ടത്? എണ്ണത്തിലെ ഈ വർധനവ് ഗുണത്തിലെ വർധനവാക്കി മാറ്റാൻ കഴിയുമോ? അതാണ് ചോദ്യം. അത് വെല്ലുവിളിയാണ്. ഈ വർധനവുണ്ടായത്, വളർച്ചയുണ്ടായത് ഗുണത്തിലെ വളർച്ചയാക്കി മാറ്റാൻ കഴിയുമോ? നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി? കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഈ കൊടിയിൽ നോക്കിയാൽ കാണാൻ കഴിയും. നിറം മാത്രമല്ല, അത് ചുവപ്പാണ്. അത് മാത്രമല്ല, അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നാടിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയുള്ള സമരത്തിൽ പോരാടാനും മരിക്കാനുമുള്ള സന്നദ്ധതകളാണ് നിറത്തിൻ്റെ അർത്ഥം. അങ്ങനെ പോരാടിയവരും മരിച്ചവരും ചെറിയ ചോരയാണ് ആ കൊടി. ആ കൊടിയാണ് ക്വാളിറ്റിക്കുള്ള വഴികാട്ടി. ചിലപ്പോൾ ചിന്തിക്കും, ഇയാൾക്ക് ഈ പഴങ്കഥയെ പറയാനുള്ളത്. എനിക്കുറപ്പാണ് ഇവിടെ ഇപ്പം ഇരിക്കുന്ന എല്ലാവരുമല്ല, ഒരിക്കലുമല്ല, ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ പഴങ്കഥയൊക്കെ പറയുന്നത്? അപ്പോഴപ്പോഴത്തെ കാര്യമൊക്കെ പറഞ്ഞൊപ്പിച്ച് വേഗം ഇത് നിർത്തി സമ്മേളനം പിരിച്ച് കൈയടിച്ച് പിരിഞ്ഞു പോയാൽ പോലെ ക്വാളിറ്റിയെ പറ്റി പറയുന്നു, ചെങ്കൊടിയെ പറ്റി പറയുന്നു, ചോരയെ പറ്റി പറയുന്നു, ത്യാഗത്തെപ്പറ്റി പറയുന്നു. വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തിൻ്റെ അടിമകളിൽ പാർട്ടിക്കകത്തുണ്ട്. അവർക്ക് മനസ്സിലാകില്ല. ആ രാഷ്ട്രീയം തെറ്റാണ്. അതല്ല നമ്മുടെ വഴി. നമ്മുടെ വഴിയിൽ ഈ കൊടിയും അതിൻ്റെ മൂല്യങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. എന്ത് നമ്മൾ ഈ പാർട്ടിയുടെ മൊത്തത്തിൽ നിന്ന് ആ കൊടിയെയും ആ മൂല്യങ്ങളെയും മാറ്റിവെക്കുന്നു, അന്ന് നമ്മൾ പേരിൽ മാത്രം കമ്മ്യൂണിസ്റ്റാണ്. ഉള്ളിൽ കാമ്പില്ലാത്ത ഒരു വെറും പുറന്തോടായി ഈ മഹത്തായ പാർട്ടിയെ പുറത്തപ്പതിക്കും. നമ്മളെല്ലാം കൂട്ടായിട്ട് അകലം പാലിക്കേണ്ടത് ആ ആപത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം വരും പോകും. പക്ഷേ ഈ പാർട്ടി എന്നും മുന്നോട്ട് പോകേണ്ട പാർട്ടിയാണ്. ഈ പതാക ആകാശം പൊട്ടേ പാതി പറക്കേണ്ടതാണ്. ആ കൊടിക്ക് വേണ്ടി മരിച്ചവർക്കെല്ലാം ആ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെ വഞ്ചിച്ചാൽ നമുക്കാർക്കും ഈ പേര് വിളിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞേ തീരൂ. എണ്ണം കൂട്ടില്ല സഖാവേ, ആള് കൂട്ടില്ല സഖാവേ, മതി, നല്ല കാര്യം, ആള് കൂടി ഗംഭീരം. ഈ കൂടുന്ന ആൾക്കാർ ആരാണ്? അവരെല്ലാം ചെയ്യുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം അറിയാനും ചോദിക്കാനും അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അനാവശ്യമായ തിരുത്തൽ വേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുത്തലും വേണ്ടി വരും.
ഒന്നും തിരുത്താറില്ലാത്ത ദൈവങ്ങൾ മാത്രം ജീവിക്കുന്ന പാർട്ടിയല്ല CPI. ഇതെല്ലാം മനുഷ്യരുണ്ട്. ഈ പാർട്ടി അവരുടേതാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് തിരുത്തേണ്ടതായ ഇല്ലേ? ഇവരോട് ചോദിച്ചു ഇവിടുത്തെ ആ പത്രക്കാർ, CPIക്കകത്ത് ആകെ പ്രശ്നമാണല്ലോ. ഇത് വന്നത് വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. അതെല്ലാം പറഞ്ഞ് തീർന്നപ്പോൾ ചോദിക്കുകയാണ്,